അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്തുള്ള സുന്നികളെ അള്ളാഹു അല്ലാത്തങ്ങളെ ആരാധിക്കിടാറെന്ന് ചൊന്നിട്ടു അങ്ങളെ മുശ്രിക്കാക്കുവാനായിട്ട് സൂറത്തുൽ ഫാത്തിറെ ഒരായത്ത് ഒരു മൗലവി ദുർവ്യാഖ്യാനാക്കിയത് കേൾക്കൂ സാധ്യമായിട്ട് വോയിസ്. ആ വോയിസിൽ അയാൾ വിശദീകരിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിത്തല്ലേ എന്ന് ചൊല്ലു. വാസ്തവത്തിൽ ആ മൗലവിയുടെ ജഹാലത്ത്, അയാളെ വിവരക്കേട്, അറിവില്ലായ്മയാണ് ക്ലിയർ അവിടെ. നമുക്കത് മനസ്സിലായിട്ട് അയാൾക്ക് എന്തും ഗൊന്തില്ലാണ്ട് ഗൊന്തായിട്ട് വേറെന്തും ഈ ആയത്തിലൂടെ സുന്നിങ്ങൾക്ക് ഈ ആയത്ത് ഒരിക്കലും എതിരാവില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. അവിടെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ എടുത്ത വന്നിട്ട് അയാൾക്ക് ആ തഫ്സീർ എതിരായിട്ട് വാസ്തവത്തിൽ അയാൾ ഉദ്ദേശിച്ചതല്ലേ അല്ല ഈ ആയത്തിൽ ചൊല്ലെ. അതിൽ വേറെമേ ചൊന്നിട്ടുള്ളേ. ഫസ്റ്റ് ഞാൻ ചൊല്ലെ ഇൻ തദ്ഉഹും, ആ ഹും ചൊല്ല ലമീർ ആർക്ക് മടങ്ങടെ അതിങ്ങ അവിടെ അങ്ക് വേണ അവിടെ ഉണ്ടാമെല്ല തഫ്സീറിനെ പിടിച്ചൊള്ളാറ്. എനിക്ക് തഫ്സീറൊന്നും ആവില്ലല്ലേ. ഈ ഹുംഗു ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഹും ചെന്നെങ്കിൽ അങ്ങ മലായിക്കത്തരെ അല്ലെങ്കിൽ അമ്പിയായുടെ സഹായം കേക്കടെ, സഹായം ചോദിക്കപ്പെടുന്ന മലായിക്കത്തെ അല്ലെങ്കിൽ അമ്പിയാ എന്ന് ചൊന്നിട്ടു അങ്കാണ് ഈ ഹുംടെ ലമീർ മടങ്ങലെന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന ഹദീസ് ഉണ്ടായി. ഇങ്ങനെ ഹദീസ് ആൾമാരല്ലേ ഖുർആന്റെ. കാരണം ഖുർആൻ കൊണ്ടേ വിശദീകരിക്കട്ടെ ഈ ഹുംടെ ലമീർ അവിടേക്ക് മടങ്ങടെന്ന് ചൊന്നിട്ടു ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തമായ ഹദീസ് കൊണ്ട് അത് വിശദീകരിക്കുവാൻ സാധ്യമായി. മൗലവിക്ക് ഹും ചൊല്ല ലമീർ എവിടേക്ക് മടങ്ങടെ ആരൊട്ടിയെ സഹായ കേട്ടെങ്കിട്ടാണ് ഇവിടെ ചൊന്നോണ്ടുള്ളേ. അവിടെയാണ് മെല്ലെ കുർത്തുബീമ അവിടെ പിടിച്ചോണ്ടിട്ടു അയാൾക്ക് ലാസ്റ്റ് എതിരത്ത് ഇക്കട്ട് അങ്ക് ബേനായോടെ ആ ഓരോ ഇമാമിങ്ങളെ മെല്ലെ പിടിച്ചോണ്ടാറ്. അതേസമയത്ത് ഇമാമിങ്ങ ചൊല്ലത് അംഗീകരിക്കണമെങ്കിൽ താൽമാരല്ലല്ലേ എനിക്ക് ഇമാമിങ്ങ ചെന്നതാവില്ലല്ലോ. ഡയറക്റ്റ് ഹദീസ് ഖുർആൻ ഹദീസ് ആവണല്ലേ. അപ്പൊ അത് ഞാൻ കേട്ടോണ്ടുള്ള ഇൻ തദ്ഉഹും ചൊല്ല ലമീർ ഈ നങ്ങ സഹായ കേൾക്കണമെങ്കിൽ അമ്പിയാവ് മലായിക്കത്തുങ്ങൾക്ക് മടങ്ങിടുന്ന് ചൊന്നിട്ട് ഏത് ഹദീസിലുള്ള അത് ഈ മൗല വിശദീകരിക്കണം. വെറും തനി ജഹാലത്താണ് അയാൾ ചെന്നെങ്കിൽ ഒരു ആശയം അങ്ക് തുടങ്ങിയിട്ടായിരുന്നു. എന്തിരെ അള്ളാഹു അല്ലാത്ത മഹാന്മാരൊട്ടിಗೆ സഹായ കേൾക്കണമെങ്കിൽ സുന്നിങ്ങ ആ സുന്നിങ്ങ മുഷ്രിഖിൻ പണ്ടിൽ പിന്നെ അങ്ങ് ചൊന്നു വന്നോണ്ടുള്ളാറ്. അപ്പൊ മുഷ്രിഖിൻ ചൊന്നെങ്കിൽ ഷിർക്കാക്കടെ അള്ളാഹുടൊട്ടിಗೆ വേറൊരാളെ കൂറാക്കടെ. അപ്പോ അള്ളാഹു അല്ലാത്ത ആൾമാരെ നിങ്ങ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളാറ്. അത് മക്ക മുഷ്രിഖീങ്ങ അള്ളാഹു അല്ലാത്തങ്ങളൊട്ടിಗೆ പ്രാർത്ഥിച്ച പോലെ ഇബാദത്താക്കിയ പോലെ നിങ്ങൊമ്മ ഇബാദത്താക്കടാറെന്ന് ചൊന്നിട്ട് വെറുതെ സുന്നിങ്ങളെ മേലെ ഇങ്ങ ആരോപാണ് ആക്കടെ. ഏതുപോലെ ചൊന്നെങ്കിൽ കബറു തവാഫാക്കിടാറ്, കബറോടെ സുജൂദാക്കിടാറെന്ന് ചൊന്നിട്ടു സുന്നികളെ മേലെ വെറുതെ ആരോപ്പാക്കിയിട്ട് കബർ സിയാറത്ത് എതിർക്കും പോലെ. വാസ്തവത്തിൽ സുന്നിങ്ങാക്കൾ എന്തിനെന്ന് ചൊന്നിട്ട് സുന്നിങ്ങമേ ചൊല്ലണേ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അത് അമ്പിയാ ഉള്ളാറ്, മലായിക്കത്താവു അല്ലെങ്കിൽ ഔലിയാക്കന്മാർ, ഈ മഹാന്മാരൊട്ടിಗೆ ഞങ്ങൾ സഹായ കേക്കടെ. ഈ സഹായ കേക്കടെതിരെ വ്യക്തമായിട്ട് ഖുർആൻ ഹദീസ് എല്ലാ രൂപത്തിലും സമ്മതിച്ചോണ്ടുണ്ട്. മഹാന്മാർ നിങ്ങളെ സഹായിങ്ങാൻ ചൊന്നിട്ടു ഖുർആനിലെ ചൊന്നോണ്ടുണ്ടു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ ഇന്ദു തോള ബന്ധങ്കത്തെ മുഴുവൻ എല്ലാ മഹാന്മാരും അള്ളാഹ് മരിച്ചുപോയെങ്കത്തെ പിന്നെ അമ്പിയാക്കളൊട്ടിಗೆ ഔലിയാക്കന്മാരൊട്ടിಗೆ സഹായ കേട്ടത് ഡയറക്റ്റ് അങ്ങളെ വിളിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യമാവുള്ളൂ. അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് അങ്ങളൊട്ടിಗೆ സഹായ കേൾക്കുക തീരാണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ആയപ്പ നേർക്ക് നേരെ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് വിളിച്ചിട്ട് ഞങ്ങളെ വിഷയമല്ല നബിയെ അള്ളാഹുടെ മുട്ട നിങ്ങൾ ചൊല്ലറൂ, ഞങ്ങളൊന്ന് നിങ്ങൾ ഓർക്കൊറൂ എന്ന് ചൊന്നിട്ടു മരിച്ചുപോയ വഫാത്തായിപ്പോയ നബി തങ്ങളൊട്ടിಗೆ സഹായ കേട്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഭാഷയിൽ ഒന്നാമത്തെ മുശ്രിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവണം മാഅദല്ലാ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സഹായാണ് അവിടെ കേട്ടത്. ಅಂಕೆಲ್ಲ ಗೊಂತುಂಡು ಶಿರ್ಕ್ ಏದು ತೌಹೀದ್ ಏದು ಅಂತ ಗೊಂತುಂಡು. പക്ഷെ ഹിന്ദുത്വ തൗഹീദ് എന്തിരെ ഷിർക്ക് എന്തിരെ വ്യക്തമായിട്ട് ഈ മൗലവിമാർക്ക് ചൊല്ലുക സാധ്യമായിട്ടില്ല. ഇന്ദും ഷിർക്കിടെ താരീഫ് എന്തിരെ നിങ്ങളെ കൊണ്ട് ചൊല്ലുക സാധ്യമാവില്ല. ലാസ്റ്റ് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും ചൊന്നിട്ട് ഒരായത്ത് അയാൾ ഓദിത്ത് നിങ്ങളെ ഷിർക്ക് അങ്ങ് നിഷേധിക്കാറുണ്ട്. ആരെ ഷിർക്കാക്കിയ ആൾമാർ അഥവാ ഈ മലായിക്കത്തിരെ ആരാധനാക്കിയത്തെ ആൾമാർ ആ മലായിക്കത്തിരെ മുന്നോട്ട് വരുമ്പോ അങ്ങ് നിഷേധിക്കിടാറ് ഇങ്ങ ഷിർക്കാക്കിടാറെന്ന് ചൊന്നിട്ടു. അതുകൊണ്ട് ഈ മൗലവിട്ടിക്ക് പിന്നൊന്ന് കേൾക്കുള്ളൂ ഷിർക്ക് ചെന്നെങ്കിൽ അത് അയാൾ വിശദീകരിക്കുന്നു. ഷിർക്ക് ചൊല്ലതിരെ താരീഫ് അതിരെ ഡെഫിനിഷൻ ചൊന്നെങ്കിൽ ഈ മൗലവിമാരെ ആശയെല്ലാം തന്നിലാവിടും. അങ്ങ് പിടിച്ചു നിൽക്കുക പിന്നെ അങ്ങ് സാധ്യയില്ല. ഞങ്ങൾ ആഫീസ് വന്നാക്കണോട്. കാരണം വെറുതെ സുന്നിങ്ങളെ മേലെ അങ്ങ് ഷിർക്കാക്കിക്കൊണ്ടുള്ളാറ് അങ്ങ് മുശ്രിക്കിന് ചൊല്ല ആരോപ്പാണിങ്ങ പിന്നെ ഞങ്ങളെ മേലെ ആക്കിക്കൊണ്ടുള്ള ഞങ്ങ ചൊല്ലെ മഹാന്മാരെ ഞങ്ങ ഇബാദത്താക്കില്ല, ഞങ്ങൾക്ക് ആരാധന ആക്കിക്കൊണ്ടില്ല, ഞങ്ങ അങ്ങളൊട്ടിಗೆ സഹായ കേക്കടെ. ಅದಕ್ಕೆ ഖുർആനില് ഹദീസില് ഹിന്ദുത്വല വന്ന മുസ്ലിം സരണിയിൽ തെളിവുണ്ടു, അതാണ് ഞങ്ങൾ ആക്കിക്കൊണ്ടുള്ള എന്ന് ചൊല്ലുമ്പോ അല്ല നിങ്ങ അങ്ങളൊട്ടിಗೆ കാലി സഹായ കേക്കടല്ല
നിങ്ങൾ ഞങ്ങളെ ആരാധനാക്കിക്കൊണ്ടുള്ളാരെന്ന് ചൊന്നിട്ടു ഞങ്ങളെ മേൽ ഞങ്ങളൊട്ടിಗೆ ഇല്ലാത്തങ്കത്തെ ആരോപ ഇങ്ങ ചൊന്നിട്ട് ഇങ്ങളെ ആശയത്തെ ഇങ്ങ നിലനിപ്പാട്ടിക്കൊണ്ടുള്ളേ ഏനാണ് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ടുള്ള ഇൻതദുഊഹും ലാ യസ്മഉ ദുആഅക്കും. ഇയാൾ വലിയ ഖുർത്തുബി ഇമാമിന്റെ തഫ്സീറാണ് എടുത്തു വന്നത്. ആ തഫ്സീർ വായിക്കുന്നതാണ് ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആഅക്കും. ഇവിടെ ഫസ്റ്റ് ഖുർത്തുബി ഇമാം ഹും ചൊല്ല ലമീർ കൊണ്ട് ഉദ്ദേശിക്കടെ ഈ ഇങ്ങ മക്കത്തെ മുശ്രിക്കീങ്ങ ആരാധിച്ചുകൊണ്ടിരുന്നെങ്കത്തെ ബിംബങ്ങ ಅದಕ್ಕೆ ಬುದ್ಧಿ ಉಂಟು ಅದು ಕೇಕಿಡು ಚೊಲ್ಲ ಉದ್ದೇಶത്തിലാണ് അങ്ങ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ലമീർ അവിടെ മടക്കടെ. അപ്പൊ ഇൻതദുഊഹും നിങ്ങൾ അങ്ങളൊട്ടിಗೆ സഹായ കേട്ടെങ്കിൽ യസ്മഉ ദുആഅക്കും നിങ്ങളെ സഹായ അർത്ഥനടെ അങ്ങ് കേക്കില്ലേ. ഐ ഇൻ തസ്തഗീതു ബിഹിം അങ്ങളൊട്ടിಗೆ നിങ്ങൾ സഹായ കേട്ടെങ്കിൽ പിന്നവായിബി നിങ്ങളെ മുസീബത്ത് ബുദ്ധിമുട്ട് വരുമ്പോ ലാ യസ്മഉ ദുആഅക്കും നിങ്ങളെ ആ അർത്ഥനടെ അങ്ങ് കേക്കില്ലേ. കാരണം ലിഅന്നഹ ജമാദത്തുൻ അത് ജമാദായിട്ടിക്ക് അതൊരു ഘനവസ്തു പോലെ ലാ തുബ്സിറു വലാ തസ്മഉ അത് കേക്കില്ല കാണ്ടില്ല അങ്ങനത്തെ ഒരു ബെഞ്ച് പോലത്തെ മതിൽ പോലത്തെ സാമാനങ്ങൾ പ്രതിമങ്ങ വലവ് സമയവും മസ്തജാബൂലക്കും ഇനി അങ്ങ് കേട്ടറിന് സങ്കല്പിച്ചെങ്കും നിങ്ങൾക്ക് അങ്ങ് എന്താക്കില്ല ഉത്തര തണ്ടില്ല. കാരണം ബിംബത്തൊട്ടിಗೆ കേട്ടെങ്കിൽ ഉത്തര തണ്ടില്ലാണ്ട് ഉറപ്പല്ല. ഇത് ലൈസ കുല്ലു സാമീൻ നാത്തിക്കൻ ഇനി അവിടെ സങ്കല്പിക്കരുത് കേട്ടെങ്കും ഉത്തര തണ്ടില്ല. കാരണം കേട്ടത് കൊണ്ട് മുണ്ടിയൊന്നുണ്ടില്ല. പിന്നെ ലൗ സമയു ലം യൻഫഉക്കും യൗമ ഖതാദ റളിയല്ലാഹു അൻഹു കൊടുത്തെങ്കിൽ ആ ഒരു തഫ്സീർ അങ്ങ് കേട്ടെങ്കും നിങ്ങൾക്ക് അങ്ങ് ഉപകരിക്കല. ಅದರ ಅರ್ಥ ವಕೀಲ ಐ ಲೌ ಜಅಲ್ನಾ ಲಹುಂ ಉಖೂಲನ್ ವ ಹಯಾತನ್ ಅಂಕ್ ഞങ്ങ ബുദ്ധിയും ജീവനല്ല കൊടുത്തെങ്കു ഫസമിഉ ദുആക്കും നിങ്ങളെ ദുആടെ അങ്ങ് കേട്ടെങ്കിൽ ലകാനു അത്വഅലില്ലാഹി മിൻകും നിങ്ങളാട്ടി അല്ലാഹുടെ അനുസരിക്കലെങ്കത്തെ ആൾമാർ അങ്ങാവാറ് വലമസ്തജാബു ലക്കും അലൽ കുഫ്രി കുഫ്റിന്റെ മേൽ നിങ്ങൾക്ക് അങ്ങ് ഉത്തര തരല്ലേ. ആരെ ഈ ബിംബങ്ങളെ വിഷയ ഫസ്റ്റ് ചെന്ത് ഇനി വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും നിങ്ങ ആക്കിയങ്കത്തെ ഈ ഷിർക്ക് മക്കത്തെ മുശ്രിക്കീങ്ങളൊട്ടി അള്ളാഹു ചെന്നോണ്ടുള്ളേ നിങ്ങ ആ ബിംബങ്ങളെ ആരാധിച്ചാറ്. അത് ഞാൻ വിശദീകരിക്കല. പിന്നെ ആരാധിച്ചാറ് ആ ആരാധന അള്ളാഹുക്ക് മാത്രമാണ് കൊടുക്കണേ. പക്ഷെ നിങ്ങ ബിംബങ്ങളെ ആരാധിച്ചാറ് അത് ഷിർക്കായിട്ടിക്കിട് ആ ഷിർക്കിടെ നാളെ ഖിയാമത്ത് നാള് അങ്ങ് ಬಂದೆಂಗ್ ನಿಂಗಳ ಮುನ್ನೋಲ ಅಂಗ ನಿಷೇಧಿಕ್ರಾರ ಐ ಯಜಹದೂನ ಅಂಗ ನಿಷೇಧಿಕ್ರಾರ ಅನ್ನಕ್ಕುಂ ಅಬತ್ತುಮುಹುಂ ಅಂಗ അങ്ങളെ നിങ്ങൾ ആരാധിച്ചാറെന്ന് ചൊല്ലതിരെ നിഷേധിക്കാറ്. വയതബറഊന മിൻകും നിങ്ങളെ തൊട്ട് അങ്ങ് ഒഴിവാവിടാറ്. ഇത് ഫസ്റ്റ് ബിമ്മത്തെ വിശേഷമുണ്ട്. ഇനി ഇൻതദുഊഹും ചൊല്ലല മീറ ആർഗ് മടങ്ങ സുമ്മ യജൂസു ഇനി അനുവദനീയ ജായിസ് അയ്യർജിഅ ഹാദാ ഈ ഇൻതദുഊഹും നിങ്ങ അങ്ങളെ വിളിച്ചെങ്കും ചൊന്നില്ലേ. അങ്ങളെ ചൊന്നത് ഫസ്റ്റ് ചെന്ന് ബിംബങ്ങളെ വിഷയ പ്രതിമയുടെ വിഷയ മക്കത്തെ മുശ്രിക്കീങ് ആരാധിച്ചുകൊണ്ടിരുന്നെങ്കിൽ ബിംബ. ഇനി ചൊല്ലത് അതല്ല ഖുർത്തുബി ഇമാം യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഖിലു പിന്നെ ബുദ്ധിയുള്ള ആൾമാരെ കൂട്ടത്തിൽ ആരാധിക്കപ്പെട്ടോണ്ടിന്നെങ്കത്തെ ആൾമാർക്ക് ഈ ലമീർ മടങ്ങാ. അപ്പൊ ഇൻതദുഊഹും ചൊന്നെങ്കിൽ ആരാധിക്കപ്പെട്ടോണ്ടിന്നെങ്കത്തെ കുറെ ആൾമാരിന്നാറ് അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങ അണ്ട് ആരാധിച്ചോണ്ടിന്നെങ്കത്തെ പ്രതിമ അല്ലാത്ത മനുഷ്യന്മാരെ ഇന്നാറ് ജിന്നിന്നാറ് ശൈത്താൻ അങ്കും ഈ ലമീർ മടങ്ങവും സാധ്യ. അപ്പൊ ഇൻതദുഊഹും അങ്ങളെ നിങ്ങൾ വിളിച്ചെങ്കിൽ ആരെ കൽമലായിക്കത്തി മലക്കുകളെ വൽ ജിന്നി ജിന്നുകളെ വൽ അംബിയായി അംബിയാക്കന്മാരെ വശയാത്തീനി ശൈത്താനുകളെ നിങ്ങൾ വിളിച്ചെങ്കിൽ ലാ യസ്മഉ ദുആക്കും നിങ്ങളെ ആ വിളി അങ്ങ് കേക്കില്ല. ആരെ അവിടെ ചൊന്നര് ഇൻതദുഊഹും ആരാധന ആക്കടങ്കത്തെ മക്കത്തെ മുശ്രിക്കീങ്ങ ആരാധന ആക്കിക്കൊണ്ടിരുന്നെങ്കത്തെ മലക്കുങ്ങ അങ്ങ് ആരാധന ആക്കിക്കൊണ്ടിരുന്നെങ്കത്തെ ജിന്ന് അംബിയാവ് ശൈത്താൻ. അപ്പൊ ആ മഅബൂദീങ്ങളെ വിഷയാണ് ലമീർ മടക്കട അവിടെ മഅബൂദീങ്ങക്ക്. അപ്പൊ ആ ലമീർ അവിടെ മടങ്ങട ആർക്ക് മക്കത്തെ മുശ്രിക്കീങ്ങ ആരാധിച്ചോണ്ടിരുന്നെങ്കത്തെ ശൈത്താന്മാർക്ക് അംബിയാവ് ജിന്നുക്ക് അയ്യജഹദൂന അങ്ങ് നിഷേധിക്കാറ് അയ്യക്കൂന മാ ഫഅൽതുമു ഹക്കൻ നിങ്ങൾ ദുനിയാവുള്ള അങ്ങ് ആക്കിയങ്കത്തെ ആരാധന അത് സത്യ അല്ല സത്യാൻ ചൊല്ലതിരെ അങ്ങ് നിഷേധിക്കാറ്. അന്നഹും അമറൂക്കും ഇബാദത്തിഹിം അങ്ങളെ ആരാധിക്കൊണ്ടു നിങ്ങളൊട്ടിಗೆ അങ്ങ് കൽപ്പിച്ചിരാറെന്ന് ചൊല്ലതിരെയും അങ്ങ് എന്താക്കിടാറ് അവിടെ വന്ന് നിഷേധിക്കാറ്. അപ്പൊ മൊത്തത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കൂടെ എന്തിനെ ചൊന്നരേന്ന് ചൊന്നെങ്കിൽ ഇൻതദുഊഹും ആ അംബിയാ ജിന്ന് ശൈത്താനിനെ ഞങ്ങളെ ഉദ്ദേശിച്ചെങ്കില് ഖുർത്തുബി ഇമാം ചെന്ന പോലെ അവിടെ അതുകൊണ്ട് മഅബൂദീൻ ഇമാം ഖുർത്തുബി വ്യക്തമായിട്ട് ചൊന്നത് ആരാധിക്കപ്പെട്ടോണ്ടിന്നെങ്കത്തെ ആൾമാർ അങ്ങളെ നിങ്ങൾ വിളിച്ചെങ്കിൽ കേൾക്കല. അപ്പൊ അള്ളാഹു അല്ലാണ്ട് മക്കത്തെ മുശ്രിക്കീങ് ആരാധിച്ചോണ്ടിന്നെങ്കത്തെ ഈ ശൈത്താന്മാർ അംബിയാ ജിൻ ഇങ്ങളെ നിങ്ങൾ വിളിച്ചെങ്കിൽ ഒരിക്കലും കേൾക്കല. അപ്പൊ അവിടെ ആരാധനയുടെ ദിശയാണ് വാസ്തവത്തിൽ ചൊന്നോണ്ടുള്ളേ. ഷിർക്കാണത്. അതാണ് ഷിർക്കുണ്ട് ഖുർആൻ ചൊന്നോണ്ടുള്ളേ. ഇണ്ട് ഒരു സുന്നിയും അള്ളാഹു അല്ലാത്ത ഒരു ജിന്നുടെയും ആരാധിക്കില്ല, അള്ളാഹു അല്ലാത്ത ഒരു നബിയുടെയും ആരാധിക്കില്ല, ഒരു മലക്കുടെയും ആരാധിക്കില്ല, ഒരു ശൈത്താൻ ആരെയും ആരാധിക്കില്ല. പക്ഷെ സുന്നി ആക്കിക്കൊണ്ടുള്ള എന്തിനെ ചൊന്നെങ്കിൽ എല്ലാ ഉലൂഹിയത്തും ഇബാദത്തും എല്ലാം അള്ളാഹു സമർപ്പണാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാണ്ട് നാൾക്ക് എത്രമാവട്ട ചൊല്ലെങ്കത്തെ സുന്നിങ്ങ അംബിയാക്കന്മാരെ വിളിച്ചിട്ട് സഹായ കേക്കടെ മാത്ര
അങ്ങനെ കേക്കു തീരുവും ചൊന്നിട്ട് ഖുർആൻ ഹദീസ് വ്യക്തമാക്കി ചൊന്നൊരു 1400 വർഷത്തിൽ നമുക്ക് ദീനത്വാട്ടി തന്നെങ്കിറ്റ ഉലമാകുക വലിയ വലിയ തങ്ങന്മാർ സ്വാലിഹീങ്ങ അല്ല അള്ളാഹു അല്ലാത്ത മഹാന്മാരൊട്ടിಗೆ സഹായ കേട്ടത് വ്യക്തമായിട്ട് നമുക്ക് ചരിത്ര കിതാബിൽ കാണുക സാധ്യവുള്ളൂ. ഇതായിട്ട് ഇവിടെ ഇസ്ലാമിക് സരണി പരമ്പര. അപ്പൊ സുന്നി ഒരിക്കലും അമ്പിയായുടെ ആരാധിക്കല്ല, അമ്പിയായുടെ ഒരിക്കലും ആരാധന അങ്ങ് ആക്കല്ല. ആരാധന ഈ ആക്കാനാകുವುದು അള്ളാഹുടൊಟ್ಟಿಗೆ ಮಾತ್ರ, ಅಲ್ಲಗೆ ಮಾತ್ರ ನಂಗೆ ಆರಾಧನೆ ಆಕಡೆ. ಇಂತದೋಹುಂ ಲಾ ಯಸ್ಮഉ ದುಆಅಕುಂ ವಲೌ ಸಮಿഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. മുജാഹിദ് ആശയ തുടങ്ങിയാൽ പിന്നെ ഇണ്ടുതോല സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടുള്ളാറ്. പക്ഷേ ആ ആയത്തിൽ ചൊല്ലതും ഖുർതുബി ഇമാം വിശദീകരിച്ചതും ആരാധിക്കപ്പെട്ടോണ്ടിന്നെങ്കിത്തെ അമ്പിയായുടെ വിഷയമായിട്ട് അങ്ങ കേൾക്കില്ല. സുന്നി ഒരിക്കലും അമ്പിയാട് ആരാധിക്കില്ല. ഞങ്ങ എത്ര വട്ട വേണം ചൊന്നോണ്ടുള്ള ഞങ്ങ ആക്കടെങ്കിത്തെ വിഷയം ഞങ്ങാണ് ചൊല്ലണായ. ഞങ്ങളെ കൽബിലുള്ള വിശ്വാസ സുന്നിങ്ങാണ് വിശദീകരിക്കണായ. ഞങ്ങളെ കൽബിലുള്ളത് അങ്ങാണ് വിശദീകരിക്കണായ. ഞങ്ങളിലേക്ക് കൈടോക്ക് പോണ്ടേ. ഞങ്ങളെ കൽബിലുള്ളത് സുന്നിങ്ങല്ല ചൊല്ലണായ. പക്ഷെ ഞങ്ങ ആരാധിക്കില്ല എന്ന് ചൊല്ലുമ്പോ മുജാഹിദ് ചൊല്ല നിങ്ങൾ ആരാധിക്കിടാറുണ്ട്. വെറുതെ ഞങ്ങളെ മേൽ ഇല്ലാത്ത ഒരു ആരോപം വെച്ചിട്ട് നിങ്ങളെ ആശയത്തെ പിടിച്ചു നിൽക്കണമെങ്കിത്തെ വെറും ഗതികേടാണ് മുജാഹിദ് മൗലവിമാർ കൂടെ വന്നിട്ട്. പിന്നൊരു വിഷയം എന്താ ചൊന്നെങ്കിൽ അതേ മൗലവി ഓദിത്ത് അങ്ങനെ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇന്റെ സുന്നിങ്ങ ചെല്ലാറല്ലേ ഞങ്ങൾ അമ്പിയാടൊട്ടിಗೆ സഹായ കേക്കടെ അള്ളാഹുടെ മുട്ട ഞങ്ങൾക്ക് സ്ഥാന കിട്ടുകൂ, ഞങ്ങളെ ആവശ്യപ്പെട്ടെന്ന് വീടി കിട്ടുകൂ വേനായിട്ട് അള്ളാഹുടെ ഏറ്റവും അടുത്ത അമ്പിയായുടെ മുറ ഞങ്ങൾ പോണ്ട, ഞങ്ങളൊട്ടിಗೆ ഫസ്റ്റ് ഞങ്ങൾ കേക്കട, ഞങ്ങളെ ഞങ്ങൾ തവസ്സുലാക്കടാൻ സുന്നിങ്ങ ചെല്ലാറല്ലേ. ഇതേപോലെ മക്കത്തെ മുശ്രിക്കീങ്ങ ചൊന്നോണ്ടിന്നാറ്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങ ആക്കിയതും ഇണ്ടത്ത് സുന്നിങ്ങ ആക്കൃതും ಸೇಮ್ ಉಂಟಾണ് ഈ മൗലവിമാർ ചൊല്ലെ. അതിക്കിങ്ങ ഓതരങ്കെത്ത ആയത്ത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ಅದಕ್ಕೆ ಹಂಗ ಅರ್ಥ ಬೇಕಡೆ ನಾನೋಡು ಅയാൾ ഇത് ആരാധന എന്തെങ്കിലും അർത്ഥം വെച്ചില്ല ചെന്നെങ്ക അങ്ങനെ അർത്ഥം വെച്ചെങ്ക അയാളെ കല്ലി വെളിച്ചത്ത് അവിടെ ಗೊಂತುಂಡು. അപ്പോ മാ നഅ്ബുദുഹും ಅದರರ್ಥ ನಂಗ ಅಂಗಳ ಆರಾಧಿക്കിಲ್ಲ. ಮಕ್ಕತ್ತ ಮುಶ್ರಿಕೀಂಗ ಈ ಜಿನ್ನು ಶೈತಾನು ಪ್ರತಿಮೆಲ್ಲ ಆರಾಧಿച്ചിട്ട് ലാസ്റ്റ് ചൊന്നോണ്ടിന്നെಂದ್ರೆ ചൊന്നെങ്ക് മാ നഅ്ബുദുഹും ഈങ്ങളെ ഞങ്ങ ആരാധിക്കില്ല എന്തികല്ലാണ്ട് ഇല്ലാ ലിയുഖർരിബൂന ഞങ്ങളെ അങ്ങ് അടുപ്പിക്കുകയായിട്ടല്ലാണ്ട് ഇലല്ലാഹി അള്ളാഹുടെ മുട്ട അള്ളാഹുഗു ഞങ്ങളെ ഇങ്ങ അടുപ്പിക്കണം. ഈ പ്രതിമങ്ങ അല്ലെങ്കിൽ ഈ ശൈത്താൻ ഈ ജിന്ന് അതുക്ക് വേനായിട്ട് ഞങ്ങൾ ഞങ്ങളെ ആരാധിച്ചോണ്ടുള്ളാണ്ടാണ് മക്കത്തെ മുശ്രിക്കീങ്ങ ചൊല്ലെ. അതിൽ ഞങ്ങൾക്ക് തർക്കമേ ഇല്ലല്ലോ മൗലവി. എന്തും തെരിയാത്ത വെറും ജാഹിലായി പോയാറല്ലേ നിങ്ങൾ, വെറും ജഹാലത്തല്ലേ നിങ്ങളുടെ വിളമ്പില്. കാരണം സുന്നിങ്ങ ഒരു ജിന്നിടെയും ഒന്നിനെയും ആരാധിക്കില്ല. ഇത് സൂര്യപ്രകാശ പോലെ വെളിച്ചല്ലേ. ലോകത്തുള്ള 90 ചില്ലാര ശേക്കട ഉള്ളങ്കത്തെ സുന്നിങ്ങ ലോകത്ത് ഒരാളെയും ഒരു ബിംബത്തെയും ഒരു ശൈത്താന്റെയും ഒരു അമ്പിയാടെയും ആരാധിക്കില്ലാന്ന് ചൊല്ലത് വ്യക്തല്ലേ എല്ലാവർക്കും. വെറുതെ ഇല്ലാണ്ട് എന്തിക്ക് ഏതോ മക്കത്തെ മുശ്രിക്കീങ്ങളെ മേൽ ഇറങ്ങിയെങ്കത്തെ ആയത്തേറെ സുന്നിങ്ങളെ മേൽ വെച്ച് കെട്ടാറ്. വെറുതെകല്ല അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെ പറ്റിയ ചൊന്നര് ആറാറെ മേൽ ഇറങ്ങിയെങ്കത്തെ ആയത്തേറെ മുവഹിദീങ്ങളെ മേൽ സുന്നിങ്ങളെ മേൽ വെച്ച് കെട്ടിട്ട് വെറുതെ നിങ്ങൾ ആശയത്തെ പിടിച്ച് നിപ്പാട്ടിക്കൊണ്ടുള്ളാറ്. അപ്പൊ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന അതിരർത്ഥ ആ ബിംബത്തെ ആ ശൈത്താന്റെ ഞങ്ങൾ ആരാധിക്കിടാണ്ടാണ് ആര് ചെന്നരെ മക്കത്തെ മുശ്രിക്കീങ്ങ ചെന്നരെ. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങും ഇണ്ടത്തെ സുന്നിങ്ങും ഒരു ടച്ചും ഒരു താരതമ്യ ആക്കടെ അഗത്യമേ ഇല്ല. അങ്ങനെ വേമേ ಬೇರೆ അങ്ങ് മുശ്രിക്കീങ്ങ ആയിട്ടിക്കിടാറ്. അതേ സമയത്ത് ഞങ്ങ അള്ളാഹു അല്ലാത്ത മഹാന്മാരൊട്ടിಗೆ സഹായ കേക്കട ഞങ്ങ ഒരിക്കലും ആരാധന ആക്കില്ല, ഇബാദത്താക്കില്ല. ഇബാദത്തല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്നിട്ടു എല്ലാ നിസ്കാരത്തിലും ചൊല്ലങ്കെത്ത ഈ സുന്നിങ്ങളെ മേൽ വെറുതെകും അങ്ങ് മുശ്രിക്ക് കാഫിർ ചൊല്ലങ്കെത്ത ആരോപ ഇടാറല്ല നിങ്ങ. എങ്കിൽ നിങ്ങളെ അവസ്ഥ എന്തിനാ നിങ്ങൾ ഒന്ന് ആലോചനാക്കോ. ഒരു മുസ്ലിമായ മുവഹിദായ ഒരാളെ കാഫിർ മുശ്രിക്ക് ചൊല്ലത് എത്ര വലിയ ഗുരുതരമായ തപ്പായിട്ടിക്കിട്. വെറുതെ പാവപ്പെട്ട സാധാരണക്കാരെ വഞ്ചിക്കുകയായിട്ട് കുറെ ആയത്തും അത് അർത്ഥവും എല്ലാം ഇട്ടിട്ട് മനുഷ്യന്മാരെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ മൗലവിമാർ വാസ്തവത്തിൽ മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകണമെങ്കത്തെ ഒരു ഏജന്റുമാരായിട്ടിക്കിടാറ് ഈ മൗലവിമാർ. പാതി പഠിച്ചെങ്കിത്തെ മൗലവിമാർ. അതുകൊണ്ട് അങ്ങനെ പിറകത്തെ പോയിട്ട് ദീനും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തേണ്ടാണ് ഞങ്ങൾക്ക് ചെല്ലകൊള്ളേ. അപ്പൊ വെറും ഇത് മാത്രം മനസ്സിലാക്കി ഈ ചൊന്ന മൗലവിമാരൊട്ടിಗೆ ഫസ്റ്റ് കേൾക്കണേ ഷിർക്ക് ചൊന്നെങ്കിൽ എന്തിരെ ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മഹാന്മാരൊട്ടിಗೆ സഹായ കേൾക്കെതിരെയും ഞങ്ങളെ ഞങ്ങൾ തവസ്സുലാക്കരുതും കബൂർ സിയാറത്ത് എന്തിരെ ഞങ്ങൾ ആക്കിയെങ്കിൽ നിങ്ങൾ ഷിർക്കും ചൊല്ലാറല്ല. എന്തിരെ ഈ ഷിർക്ക് ചൊന്നെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ശരിക്കും ഖുർആൻ ഹദീസിലെ വെളിച്ചത്തിൽ നിങ്ങൾ ചൊന്തറും ചൊന്നെങ്കിൽ അങ്കതിരെ ചൊല്ലുക സാധ്യമേ ഇല്ല. അത് വിശദീകരിക്കുന്നതേ ഇല്ല. എത്രമാ സംവാദം നടന്നിട്ടും ഇന്ദുത്തോല ഷിർക്ക് ചൊന്നെങ്കിൽ എന്തിരെ അങ്ങ് വെറുതെ നിങ്ങൾ ഷിർക്കാക്കാറ് മുശ്രിക്കും ചൊല്ലല്ലാണ്ട് ഷിർക്ക് ചൊന്നെങ്കിൽ എന്തിരേണ്ട് ഇന്ദുത്തോല അങ്ങ് വിശദീകരിച്ചിട്ടില്ല. ഷിർക്ക് എന്തിരേണ്ട് വിശദീകരിച്ചെങ്കിൽ
അങ്ങനെ പിന്നെ ഓഫീസ് അപ്പൊ ബന്ധാവും. അതുകൊണ്ട് അള്ളാഹുടൊട്ടിയെ അള്ളാഹു അല്ലാത്ത ഒരാളെ ഇബാദത്തിൽ കൂറാക്കടെ ഒരിക്കലും സുന്നി അങ്ങനെ കൂറാക്കില്ല. അങ്ങനെ കൂറാക്കിയെങ്കാണ് ഷിർക്കാവിടെ. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ കൂറാക്കില്ലേ. പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ സരണി അത് സുന്നത്ത് ജമാഅത്തായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കൂ. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നത്തെ സുന്നിങ്ങളെ പറ്റി മക്കാ മുശ്രിക്കീങ്ങളെ പോലെ ചൊന്നിട്ടു വെറുതെ ഇമാം ഖുർത്തുബിയുടെ മേൽ ആരോപിട്ടെങ്കത്തെ ജാഹിലായ മൗലവിടൊട്ടിങ്ങനൊക്കെ ചെല്ലവുള്ളേ. അത് ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കുക. മഅബൂദീനാണ് ഉള്ളേ സഹായകേക്കടങ്കത്തെ സുന്നിങ്ങളെ വിഷയം അല്ല മുക്കായ അതിൽ ചെന്നരെ മഅബൂദീൻ ആരാധിക്കപ്പെടുന്ന ആൾമാരെ പറ്റിയാണ് ചൊന്നരെ. ഒരിക്കലും ഞങ്ങ അള്ളാഹു അല്ലാത്ത ആൾമാരെ ആരാധിക്കല്ലേ. അതുകൊണ്ട് ആ ആയത്ത് ഞങ്ങൾക്ക് ഒരിക്കലും ബാധകാവില്ലാണ്ടാണ് ചൊല്ലുകൊള്ളേ. സത്യ ശരിക്കും മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.